ആദ്യം നമ്മൾ ബേസിക് മാത്തമാറ്റിക്സിൽ നമ്മൾ 3, 4, 5 ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ 4 ഡിഗ്രിക്ക് ഫോർ എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ 53യും 3 എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ 37 ഡിഗ്രിയും അത് മനസ്സിലാക്കണം. 3, 4, 5 ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ളത് ഐഡൻറ്റിറ്റിയാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇക്വൽ ടു 1 ആണ്. പിന്നെ സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ, ഈ പറഞ്ഞ ഐഡൻറ്റിറ്റീസ് ഒക്കെ നമ്മൾ മാത്സിൽ പഠിക്കുന്നത് തന്നെയാണ് സിമ്പിളായിട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഇവിടെ എന്താണ്, ഒരു മരമുണ്ട്, മരത്തിന് ഹൈറ്റ് അറിഞ്ഞുകൂടാ. മരവും നമ്മുടെ കണ്ണും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.8 കിലോമീറ്റേഴ്സാണ്. ശരി, ഇനി അത് മാത്രമല്ല ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. നമ്മൾ പറയുന്ന മരത്തിൻ്റെ ഹൈറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് കിട്ടും. അപ്പോൾ ഞാൻ പറയും ടാൻ തീറ്റ എന്ന് വെച്ചാൽ ടാൻ 1.2 ഡിഗ്രി ഇസ് ഈക്വൽ ടു നമുക്കറിയാം എച്ച് ഡിവൈഡ് ബൈ 1.8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1800 മീറ്റേഴ്സ് റൈറ്റ്, ഇൻറ്റു 1000 ചെയ്തപ്പോൾ. ഓക്കെ, അത് ചെയ്തു. ഇനി നമുക്ക് എച്ച്, നമ്മുടെ വേണ്ട സാധനം എച്ച് എന്ന് പറഞ്ഞാൽ ടാൻ 1.2 ഇൻറ്റു 1800 എന്ന് എഴുതാം. ടാൻ 1.2 ഇത് ചെറിയൊരു ആംഗിളാണ് അല്ലേ. അപ്പോൾ ടാൻ 1.2 ഈസ് ഈക്വൽ ടു നമുക്ക് ആ ഡിഗ്രി എഴുതാം. പക്ഷേ ഡിഗ്രിയിലല്ല എഴുതേണ്ടത്, ഇത് തീറ്റയിലേക്ക് മാറണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1.2 ഇൻറ്റു ആംഗിളിൽ നിന്ന് തീറ്റയിലേക്ക്, തീറ്റയിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ മാറ്റും, റേഡിയനിലേക്ക് π/180 മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു 1800. ഇത് ക്യാൻസലായി, ഇത് 10ആയി, ഇതായി. അപ്പോൾ 12 പൈ മീറ്റേഴ്സാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ഉയരം. ഓക്കെ, അപ്പോൾ ഇനി വെക്ടറിനെ പറ്റിയാണ്. വെക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അല്ലേ. 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഒന്ന് സ്കെയിലർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഒന്ന് വെക്ടർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദോസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഒബേ വെക്ടർ ലോ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെയാണ്, ഫോഴ്സ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, വെലോസിറ്റീസ് ഉണ്ട്. ഇവർക്കൊക്കെ എന്ത് ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവരൊക്കെ എന്ത് വെക്ടർ ലോ, അഡീഷൻ ലോസ് ഒക്കെ ഫോളോയും ചെയ്യുന്നുണ്ട്. വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ആരോ വെച്ചിട്ടാണ്. അതിൻ്റെ എ നമുക്കിങ്ങനെ ലെറ്ററായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലാണ്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തെറ്റാട്ടോ. ജസ്റ്റ് ഇങ്ങനെ മാത്രം, ജസ്റ്റ് ഈ ഒരു സിമ്പിളാണ് ഇങ്ങനെ. ആൻഡ് റെപ്രസെൻറ്റ് ഫോളോയിങ് വെക്ടേഴ്സ്. ഓക്കെ, F1 എന്ന് പറഞ്ഞൊരു വെക്ടർ ആയിട്ട് 10 ന്യൂട്ടൺ ആണ് അലോങ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഈ വെക്ടറിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ ലെങ്ത്, ആ ലെങ്ത് ആണ് ഈ പറഞ്ഞ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് തരാൻ. ഓക്കെ, 20 ന്യൂട്ടൺ അലോങ് ഈസ്റ്റ്, 20 ന്യൂട്ടൺ. അപ്പോൾ 10ൻ്റെ നേരെ ഡബിൾ ആവണം ലെങ്ത് വൈസ്. 20 ന്യൂട്ടൺ അലോങ് ഈസ്റ്റ് എന്ന് ഈ ഡയറക്ഷൻ. 50 ന്യൂട്ടൺ നോർത്ത് ഓഫ് വെസ്റ്റ്. വെസ്റ്റിൻ്റെ നോർത്ത് 37 ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പോൾ വെസ്റ്റിൻ്റെ നോർത്ത്, വെസ്റ്റ് എവിടെ പോയി, ഇത് വെസ്റ്റിൻ്റെ നോർത്ത് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് നിന്ന് നോർത്തിലേക്ക് 37 ഡിഗ്രി. വെസ്റ്റ് നോർത്ത് ഓഫ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിൻ്റെ നോർത്ത്, ദാറ്റ് മീൻസ് വെസ്റ്റ് നിന്ന് നോർത്തിലേക്ക് 37 ഡിഗ്രി. F3 അത് 15 ന്യൂട്ടൺ. 25 60 ഡിഗ്രി ഓഫ് സൗത്ത് ഓഫ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൻ്റെ സൗത്ത്, ഈസ്റ്റ് എവിടെ പോയി, ഇത് ഈസ്റ്റിൻ്റെ സൗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ ഈസ്റ്റ് നിന്ന് സൗത്തിലേക്ക് 60 ഡിഗ്രി അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ 25 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ എനിക്കില്ല, ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാണ്ടോ അതേപോലെ ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റാണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ വെക്ടേഴ്സ് എല്ലാം സെയിമാണ്. ബിക്കോസ് എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പോകുന്നില്ല, ഡയറക്ഷൻ മാറുന്നില്ല. സോ ഇറ്റ്സ് സെയിം വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു വെക്ടർ നമുക്കിങ്ങനെ അതേപോലെ പാരലായിട്ട് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യാം. കുറേ ടൈപ്സ് ഓഫ് വെക്ടർ ഉണ്ട്. ഒന്ന് ഈക്വൽ വെക്ടേഴ്സാണ്. അപ്പോൾ 2 വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അവരുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആവണം. പോരാനായിട്ട് അവരുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൂടി ഈക്വൽ ആവണം. അല്ലാണ്ട് ഇപ്പം ഈ ഒരു വെക്ടർ ഉണ്ട്, ഇത് ഫോഴ്സ് വെക്ടർ എന്ന് പറയാം. ഈ ഒരു വെക്ടർ ഉണ്ട്, ഇത് വെലോസിറ്റി വെക്ടർ എന്ന് പറയാം. ഓക്കെ, രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് ഒരേ ഡയറക്ഷൻ എന്ന് വെച്ച് രണ്ടാളും സെയിം വെക്ടർ എന്ന് പറയാൻ പറ്റും. ഇല്ല, ഫോഴ്സും വെലോസിറ്റിയും ഞാനിങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റാൻ. ഓക്കെ, അപ്പോൾ പാരലൽ വെക്ടേഴ്സ് ആണെങ്കിലോ 2 വെക്ടേഴ്സ് അവർ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, അല്ലാണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആവണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഈക്വൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആവണമെന്നൊന്നുമില്ല. ഒരേ ഡയറക്ഷനിലുള്ള 2 വെക്ടേഴ്സ് ആണെങ്കിൽ അവർ പാരലൽ വെക്ടേഴ്സ് ആണ്. ആൻറ്റി പാരലൽ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരുത്തൻ ഇങ്ങനെയാണെങ്കിൽ ഒരുത്തൻ ഇങ്ങനെയാണെന്ന ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ് ആണ് നമ്മൾ പറയാൻ പറ്റും ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ. ഒരേ മാഗ്നിറ്റ്യൂഡ് എന്നാൽ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടുള്ള വെക്ടേഴ്സിന് നമ്മൾ വിളിക്കും നെഗറ്റീവ് വെക്ടേഴ്സ്. സെയിം മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നെഗറ്റീവ് വെക്ടർ. സെയിം ഫിസിക്കൽ ഫോഴ്സ്, ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ഫോഴ്സ്. എന്നിട്ട് ആ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് കൊടുക്കുന്നത് പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അന്നേരം നമുക്ക് പറയാൻ പറ്റും ഇവർ നെഗറ്റീവ് വെക്ടേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. എന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി F1ഉം F2 തമ്മിലുള്ള ബന്ധം. F1ഉം F2 തമ്മിൽ എന്താ ബന്ധം? ഇവർ ഈക്വൽ വെക്ടേഴ്സ് ആണല്ലോ, ഡെഫിനറ്റ്ലി സെയിം ഡയറക്ഷൻ സെയിം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ പാരലൽ വെക്ടേഴ്സ്, ബിക്കോസ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡയറക്ഷൻ സെയിം ആണല്ലോ. ഏത് ഡയറക്ഷൻ സെയിം ആയിട്ടുള്ള വെക്ടേഴ്സിന് നമുക്ക് പറയാൻ പറ്റും പാരലൽ വെക്ടേഴ്സ് ആണ്. ശരി, ഇനി F1ഉം F3യും തമ്മിലുള്ള ബന്ധം. അവർ ഈക്വലും കാര്യങ്ങളും മാഗ്നിറ്റ്യൂഡ് വെച്ചില്ല, പക്ഷേ നമുക്ക് പറയാൻ പറ്റും അവർ നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് രണ്ടും ഡിഫറെൻ്റ് ആയ മാഗ്നിറ്റ്യൂഡ്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആൻറ്റി പാരലൽ വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ F1ഉം F3യും തമ്മിൽ ആൻറ്റി പാരലൽ വെക്ടറാണ് ബന്ധം.
ശരി. ഇനി F1ഉം ആക്സലേഷനും തമ്മിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവർ രണ്ടാളും ഡയറക്ഷൻ സെയിം, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പാരലൽ വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇനിയോ എം ജിയും നോർമലും തമ്മിലുള്ള ബന്ധം, എം ജി നോർമലും തമ്മിൽ എന്താ ബന്ധം? അവർ ഡെഫിനറ്റ്ലി നമുക്കൊരു കാര്യം പറ്റും, അവർ ആൻറ്റി പാരലൽ വെക്ടേഴ്സ് ആണ്, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് പോകുന്നുണ്ട്. ഇനി അവർ നമുക്ക് നെഗറ്റീവ് വെക്ടേഴ്സും കൂടി പറയാൻ പറ്റും, കാരണം ഈ പറഞ്ഞ ബ്ലോക്ക് മുകളിലോട്ടേക്കും താഴോട്ടേക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെർട്ടിക്കലി ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എം ജി തന്നെയാണ്. എന്ന് വെച്ചാൽ നോർമൽ റിയാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എം ജിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പം ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വെക്ടറാണ്. സോ നെഗറ്റീവ് വെക്ടർ എന്ന് പറയാൻ പറ്റും. ഇനി ആക്സലറേഷനും അതേപോലെ F3യും തമ്മിൽ എന്താ ബന്ധം? അതെന്ന് പറഞ്ഞാൽ ആൻറ്റി പാരലൽ വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്തിൻ്റെ നമ്മളൊരു ബോൾ മുകളിലോട്ടേക്ക് എറിയാണ്, ഒരു 40 മീറ്റർ പെർ സെക്കൻഡിൽ എറിയാണ്. ശരി, അപ്പോൾ എന്താ ചോദ്യം? ആദ്യം ഇനീഷ്യൽ ടൈം t0 സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ 40 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പം ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ ആക്സലേഷൻ ഡയറക്ഷൻ താഴോട്ടേക്ക് G ആണല്ലോ. അപ്പോൾ ഇവർ രണ്ടാളും ആ സമയത്ത് ടൈം 0 സമയത്ത് ആൻറ്റി പാരലൽ വെക്ടേഴ്സ് ആണ് അല്ലേ? ആൻറ്റി പാരലൽ വെക്ടേഴ്സ് ആണ്. ശരി, ഓക്കെ. ഇനി കുറച്ച് കഴിഞ്ഞ ശേഷം സംഭവിച്ച ഇതിന് ട്രജക്ടറി, ബോളിൻ്റെ ട്രജക്ടറി എങ്ങനെ മുകളിലോട്ടേക്ക് പോകും. അതിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊടുക്കും, ബിക്കോസ് താഴോട്ടേക്ക് ആക്സലറേഷൻ ഉണ്ട് അല്ലേ, G ഉണ്ട്. G എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ച് കുറഞ്ഞുകൊണ്ട് വെക്കും അല്ലേ, ഈ പറഞ്ഞ ഇതിന്ന് ഈ വെലോസിറ്റി എന്നല്ലേ. അപ്പോൾ ഓരോ സെക്കൻഡ് വെച്ച് 4 സെക്കൻഡ് വെച്ചിട്ട് കംപ്ലീറ്റ് വെലോസിറ്റി അവിടെ കുറഞ്ഞു. അപ്പോൾ ബോൾ ഇവിടെ ഒരു ഹൈറ്റിലെത്തും. 4 സെക്കൻഡിൽ ഇവിടെ വെലോസിറ്റി 0 ആയിട്ട് പോകും. പിന്നെ താഴോട്ടേക്ക് വെലോസിറ്റി കൂടി പോകും. അപ്പോൾ മുകളിൽ പോയി താഴോട്ടേക്ക് പോകുന്ന പരിപാടി ഉണ്ടാവും ബോളിൻ്റെ അവസ്ഥ. അപ്പം ഒരു ടൈം ടിന് ശേഷം എന്ന് വെച്ചാൽ 4 സെക്കൻഡിന് ശേഷം അല്ലെ 4 സെക്കൻഡിന് ശേഷം എന്ന് വെച്ചാൽ ടൈം ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ ടു 4ന് ശേഷം നമ്മുടെ യുവും അതേപോലെ യു എന്ന് പറഞ്ഞാൽ ഇനി വെലോസിറ്റി താഴോട്ടേക്കല്ല ഉണ്ടാവാൻ. അപ്പോൾ യുവും ആക്സലേഷൻ ദാറ്റ് മീൻസ് ജിയും തമ്മിൽ എന്തായിരിക്കും ബന്ധം? അന്നേരം അവർ രണ്ടാളും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ടൈം 4 അല്ലെങ്കിൽ 4നേക്കാളും കൂടുതൽ ടൈമിൻ്റെ സമയത്ത് നമുക്ക് പറയാൻ പറ്റും നമ്മളെ വെലോസിറ്റി ഓഫ് ദി ബോളും അതേപോലെ ആക്സലറേഷനും പാരലൽ വെക്ടേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഒരു വെക്ടർ ഞാനൊരു സ്കെയിലാറോണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെക്ടർ സ്കെയിലാണ് നേരെ 2 കൊണ്ട് മൾട്ടിപ്ലൈ നേരെ അതിൻ്റെ ഡബിൾ ലെങ്ത് ആവും. ഓക്കെ, ഇനി അഥവാ ഞാൻ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഡബിൾ ലെങ്ത് ആവും. പക്ഷേ നേരെ ഈ പറഞ്ഞ വെക്ടറിൻ്റെ ഡയറക്ഷനും നേരെ ഒന്ന് ഓപ്പോസിറ്റ് ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ വെക്ടേഴ്സ് എല്ലാം സെയിം വെക്ടേഴ്സ്, ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ വെക്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് തന്നെ ഡിസ്പ്ലേസ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ അതേപോലെ ലെങ്തും ചേഞ്ച് ചെയ്യും. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടെയിൽ തമ്മിലുള്ള ആംഗിൾ, അവർ രണ്ട് ടെയിൽസ് ഉണ്ടല്ലോ, ഒരു വെക്ടറിന് ഒരു ടെയിലുണ്ട് ഹെഡ് ഉണ്ട്. അപ്പോൾ അവർ രണ്ട് ടെയിൽസ് തമ്മിലുള്ള ആംഗിളാണ് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ, അല്ലെങ്കിൽ അവരുടെ രണ്ടുടെയും ഹെഡ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയാം. ഇതിപ്പോൾ ഞാൻ അത് നീട്ടി വരച്ചെന്ന് വിചാരിച്ചോ. ഓക്കെ, ശരി, ഇതും നീട്ടി വരച്ച് എന്ന് വരച്ചോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് നീട്ടിയിട്ട് ഇവിടത്തേക്ക് കൊണ്ടത് ഇങ്ങനെ വലിച്ച് വെച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ഞാൻ ആംഗിൾ ഒന്ന് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നൂടെ ഈ ബീന. അതേപോലെ എനെ എനിക്ക് ഇങ്ങനെ കൊണ്ടുവന്നൂടെ, ഇങ്ങനെ വലിച്ച് ലെഫ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച്. അന്നേരം സ്റ്റിൽ 60 ഡിഗ്രി തന്നെയല്ല ഉണ്ടാവാൻ അല്ലേ, ബിക്കോസ് ഓപ്പോസിറ്റ് ആംഗിൾസ്. അതുകൊണ്ട് പറഞ്ഞാൽ ഹെഡ് തമ്മിലുള്ള ആംഗിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെയിൽ തമ്മിലുള്ള ആംഗിൾസ് ആയിക്കോട്ടെ, അതാണ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞത്. രണ്ടും ഈക്വൽ. ആംഗിൾ ബിറ്റ്വീൻ ദ 2 വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദിയർ ടെയിൽസ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ശരിയാ, ഇത് ഈ പറഞ്ഞ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180നേക്കാളും ചെറുതായിരിക്കണം. ഇത് ഇപ്പോൾ 60 ഡിഗ്രി രണ്ടോരം ടെയിൽസ് തമ്മിൽ. മറ്റൊരു ആംഗിളും കൂടി ഉണ്ടല്ലോ എന്ന് പറയുമല്ലോ, നിങ്ങൾ ബാക്ക് നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 300 ഡിഗ്രി എന്ന് പറഞ്ഞൂടെ. പക്ഷേ ആംഗിൾ എടുക്കാൻ പാടില്ല, ബിക്കോസ് നമ്മൾ എടുക്കുന്ന ആംഗിൾ അത് 180നേക്കാളും ചെറുതാണ്, അല്ലെങ്കിൽ 180 ആവണം. അതാണ് മാക്സിമം. ഓക്കെ, ശരി, ക്വസ്റ്റ്യൻ ഇതാണ്. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ അവർ തമ്മിലുള്ള ആംഗിൾസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബി എന്ന വെക്ടറിനെ മെല്ലെ ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുപോകും, ഇവിടത്തേക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും, ഡയറക്ഷൻ മാറ്റാണ്ട്. അപ്പോൾ സെയിം ആംഗിൾ തന്നെ 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ എ ആൻഡ് ബി തമ്മിലുള്ള ആംഗിൾ കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ഇതെന്ത് ഈ വെക്ടർ ഞാൻ ലെഫ്റ്റോട്ടേക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും, ഡയറക്ഷൻ മാറ്റാണ്ട് ലെഫ്റ്റോട്ടേക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഇത് ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണല്ലേ വരുന്നത്, വലിയ വ്യത്യാസമില്ല, ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് രണ്ടും ഇങ്ങോട്ടാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഇതിങ്ങനെ നീട്ടി വരക്കും സുഖമായിട്ട്. ശരി, എന്നിട്ട് ഈ ഒരു വെക്ടറിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും താഴോട്ടേക്ക്, ആംഗിൾ ഇത് മാറ്റാണ്ട്, ലെങ്ത് അതേപോലെ ഒന്നും മാറ്റാണ്ട് തന്നെ ഡിസ്പ്ലേസ് ചെയ്യും, ഡയറക്ഷൻ മാറ്റാണ്ട്. അപ്പം നോക്ക് ഈ ആംഗിൾ 60, അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 120 ഡിഗ്രി അക്കോർഡിംഗ് ടു ലീനിയർ പെയർ കൺസെപ്റ്റ്. ബിക്കോസ് ഒരു ലീനിയർ പെയറിൽ ടോട്ടൽ 180 ഡിഗ്രി. സോ 120 ഡിഗ്രിയാണ് ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് വെക്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കാം. ഇതിലാണെങ്കിൽ ഞാൻ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ഈ പറഞ്ഞ ഈ വെക്ടർ ഉണ്ടല്ലോ, ഈ വെക്ടർ ഞാൻ റൈറ്റോട്ടേക്ക് മെല്ലെ ഡിസ്പ്ലേസ് ചെയ്യും, അതിൻ്റെ ഡയറക്ഷൻ ഒന്നും മാറ്റാണ്ട്. അപ്പോൾ ഇതായിരിക്കും അന്നേരം എത്രയായിരിക്കും ആംഗിൾ? അന്നേരം 60 ഡിഗ്രി തന്നെയല്ലേ ഡെഫിനറ്റ്ലി, ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേ ആംഗിൾ 60 ഡിഗ്രി. സോ തീറ്റ 60 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു രണ്ട് ഹെഡ് തമ്മിലുള്ള ആംഗിളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെഡ് തമ്മിലുള്ള ആംഗിൾസ് ആയിക്കോട്ടോ അല്ലെങ്കിൽ ടെയിൽ തമ്മിലുള്ള ആംഗിൾസ് ആയിക്കോട്ടോ. സോ ഇവിടെ ഹെഡ് തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ടെയിൽ തമ്മിലുള്ള ആംഗിൾസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റിയിട്ട് 60 ഡിഗ്രി. സോ ഉത്തരം 60 തന്നെയാണ്. ശരി, ഇതാണ്.